ഈ ലോകത്ത് മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മനിർവൃതി, അതല്ലാന്നുണ്ടെങ്കിൽ സന്തോഷം. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, ജോലി ചെയ്യുന്നത്, വിവാഹം കഴിക്കുന്നത്, കുടുംബം ഉണ്ടാക്കുന്നത്. എന്താണ് ഇതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം എന്ന് ഒറ്റ വാക്കിൽ പറയാനായിട്ട് പറ്റും. എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യൻ ചോദിക്കുന്നത് സന്തോഷമാണ്. നമ്മളെ കയ്യിൽ കാശുണ്ടാക്കുന്നു സന്തോഷത്തിന്, ചെലവഴിക്കുന്നു സന്തോഷത്തിന്, എല്ലാം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് പല ആളുകളുടെയും ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. പല ആളുകൾക്കും എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്നുള്ള ഒരു ഫീല് വരാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമില്ല എന്നുള്ളതാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ഒരു ചെറ്റക്കുടിൽ കിടക്കുന്ന ഒരാൾക്കും സന്തോഷമുണ്ടാകും. അയാൾക്കും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സിൻ്റെ അകത്താണ് കാര്യം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു കല്ലുവെട്ടുകാരനായ അവറാൻ എന്ന് പേരുള്ള ഒരു മനുഷ്യന്റെ കഥ. പണ്ടൊരു സ്ഥലത്ത് അവറാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് പറയുന്നത് കല്ലുവെട്ടായിരുന്നു. അപ്പൊ കല്ലുവെട്ട് നമുക്കറിയാലോ എന്തായിരിക്കും. രാവിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ല് വെട്ടി 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 ഉള്ള ചൂടും വെയിലും എല്ലാം അനുഭവിച്ച് തളർന്ന് അദ്ദേഹം പരവശനായിട്ടാണ് തിരിച്ചു വീട്ടിലേക്ക് എത്തുക. അങ്ങനെ ഒരു ദിവസം അവറാൻ കല്ല് വെട്ടുന്നതിനിടയിൽ തൊട്ടടുത്തു കൂടെ ഒരു പണക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ പോവാണ്. അപ്പൊ അവറാൻ ഈ കച്ചവടക്കാരനെ കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നി മനസ്സിനകത്ത്. ഞാൻ നിൽക്കുന്നത് എവിടെയാണ്, അയാൾ നിൽക്കുന്നത് എവിടെയാണ്? നല്ല പ്രൗഢിയും പത്രാസുമുള്ള വസ്ത്രമൊക്കെ ഇട്ട്, അതുപോലെ തന്നെ മുടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് ചീകി ഒതുക്കി ഒരു തലപ്പാവൊക്കെ ഇട്ട്, കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രൗഢമെന്ന് തോന്നിക്കുന്ന ഒരു രൂപമുള്ള അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവറാന് ഭയങ്കര കൊതി. അയാൾ മനസ്സിനകത്ത് പറഞ്ഞു പോയി, അത് പതിയെ പുറത്തേക്ക് വന്നു, എനിക്കും ഇയാളെ പോലെ ആകാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന്. അപ്പോൾ മുകളിൽ നിന്ന് എവിടെയോ ഒരു അശരീരി കേട്ടു, ഓക്കെ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന്. അപ്പോൾ ഏതോ ഒരു ദൈവിക സ്പർശം പോലെ ആ ഒരു അശരീരി കേട്ടപ്പോൾ അവറാൻ ആകെ ഞെട്ടിപ്പോയി. പിന്നെ നോക്കുന്ന സമയത്താണ് തൻ്റെ വസ്ത്രവും അതുപോലെ തന്നെ തൻ്റെ തലപ്പാവും തൻ്റെ രൂപവും എല്ലാം മാറിയിട്ട് ആ പണക്കാരൻ്റെ അതേപോലെ തന്നെ അവറാൻ മാറുകയാണ്. അവറാന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, താൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം തനിക്ക് കിട്ടാൻ പോവുകയാണല്ലേ. അപ്പോൾ അതുപോലെ ഒരു പണക്കാരൻ ജീവിക്കുന്ന രീതിയിലുള്ള വീട്, തിരിച്ച് വീട്ടിലെത്തിയ സമയത്ത് അതുപോലെ ഭാര്യയൊക്കെ ഉടുത്തൊരുങ്ങിയൊരു രാജകുമാരിയെ പോലെ നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവറാന് ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ഒരു ദിവസം അവറാന് അങ്ങനെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കി പോകുന്നതിനിടയിൽ ഒരു ദിവസം അവറാന് പുറത്തിറങ്ങിയ സമയത്ത് അവറാനേക്കാളും കൂടുതൽ ആ ഒരു കച്ചവടക്കാരൻ നിന്നുള്ള അതിനേക്കാളും കുറച്ചും കൂടെ മുകളിൽ തട്ടിൽ നടക്കുന്ന ഒരു ഹയർ റാങ്കിങ് ഒഫീഷ്യൽ പോകുന്ന സമയത്ത് അവറാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അയാളുടെ മുന്നിൽ തല കുനിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവറാന് സഹിക്കുന്നില്ല. അവറാന് ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും വേണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അവറാൻ വിചാരിക്കുകയാണോ, ഓ എനിക്കിപ്പോൾ ഈ പ്രൗഢി പത്രാസൊക്കെ ഉണ്ടായിട്ട് കാര്യം, എൻ്റെ മുന്നിൽ ആരും നമസ്കരിക്കുന്നൊന്നുമില്ലല്ലോ, എനിക്ക് ഇയാളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന അയാളുടെ ഉള്ളിൽ ചിന്തിച്ചത് മുതൽ പെട്ടെന്ന് മുകളിൽ നിന്ന് വീണ്ടും ഒരു അശരീരി കേൾക്കണം. അവറാൻ നീ വിചാരിച്ചതുപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അശരീരി വീണ്ടും കേൾക്കണം. പിന്നെ നോക്കുന്ന സമയത്ത് തൻ്റെ വേഷങ്ങളും വസ്ത്രങ്ങളെല്ലാം വീണ്ടും മാറുന്നു. അതുപോലെ തന്നെ തൻ്റെ ചുറ്റും കുറേ പരിചാരകർ വരുന്നു. അങ്ങനെ ഒരു ഹയർ റാങ്കിങ് ഒഫീഷ്യലിൻ്റെ സ്റ്റേജിലേക്ക് നമ്മുടെ അവറാൻ മാറുകയാണ്. കാലങ്ങൾ വീണ്ടും പോയി. അവറാൻ വീണ്ടും സന്തോഷമായി എന്ന് വിചാരിച്ച് ജീവിക്കുന്നതിനിടയിൽ ഒരു രാജാവിനെ കാണുന്നു. രാജാവിനെ കാണുന്ന സമയത്ത് രാജാവിനെല്ലാം ഉണ്ട്. രാജാവിന് രാജ്യഭരണമുണ്ട്, കുറേ ഭടന്മാരുണ്ട്, പട്ടാളമുണ്ട്, സൈന്യമുണ്ട്, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള സുഖവും സൗകര്യമുള്ള രാജാവിനെ കണ്ടപ്പോൾ വീണ്ടും അവറാൻ്റെ മനസ്സൊന്ന് കാളി. എനിക്ക് രാജാവിനെ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് തോന്നിയ സമയത്ത് മുകളിൽ നിന്ന് വീണ്ടും ഒരു അശരീരി കേട്ടു, ഓക്കെ അവറാൻ നീ ഇഷ്ടപ്പെട്ട പോലെ തന്നെ നീ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവിനെ പോലെ ആയി, രാജഭരണമൊക്കെ കിട്ടിയ അവറാൻ വീണ്ടും സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന സമയത്താണ് രാജാവ് അവറാൻ മുകളിലേക്ക് നോക്കുന്നത്. അപ്പോൾ രാജാവിനേക്കാളും മുകളിൽ തിളങ്ങി ഈ ഭൂമിക്ക് മൊത്തം വെളിച്ചം കൊടുത്തുകൊണ്ട് സൂര്യൻ അവിടെ നിൽക്കുന്നുണ്ട്. സൂര്യനെ കണ്ടപ്പോൾ അവറാന് വീണ്ടും കുശുമ്പ്, അയ്യോ സൂര്യന്റെ മുന്നിലൊക്കെ ഞാൻ എന്ത്, ഈ സൂര്യനെ എത്രയോ രാജ്യങ്ങളുടെ തലവനായിട്ടാണ് മുകളിൽ കിടന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയ രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള ഈ അവറാനൊക്കെ എന്ത്, എനിക്കും ആ സൂര്യനെ പോലെ ആവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് അവറാൻ അറിയാതെ മനസ്സുകൊണ്ട് പറയണം. ആ സമയത്ത് വീണ്ടും മുകളിൽ നിന്ന് അശരീരി, ഓക്കെ അവറാൻ നീ സൂര്യനായിക്കോളൂ എന്ന് പറയണം. അവറാൻ അടുത്ത നിമിഷം തന്നെ സൂര്യനായി മാറി മുകളിൽ നിന്ന് കത്തി ജ്വലിക്കാണ്. ആകാശത്ത് നല്ലൊരു സ്ഥലം കിട്ടി, അവിടെ നിന്ന് കത്തി ജ്വലിക്കാം.
അവറാൻ വിചാരിച്ചു തൻ്റെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും തനിക്ക് കിട്ടിയെന്ന്. കാരണം എന്താ, സന്തോഷമല്ലേ, സന്തോഷം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവറാൻ സന്തോഷിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ക്ലൗഡ് ഉണ്ടല്ലോ, ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാറ് വന്നിട്ട് സൂര്യനെ മൂടുന്നു. ആ സമയത്ത് ഭൂമി മൊത്തം ഇരുട്ടിലായി. അപ്പോഴാണ് അവറാന് മനസ്സിലായത് സൂര്യൻ ആശാനും ചില സമയത്തൊക്കെ ചതിക്കാറുണ്ട് എന്നുള്ളത്. അപ്പം ഇങ്ങനെ വിചാരിക്കും, ഹോ, സൂര്യനെ പോലും തോൽപ്പിക്കാൻ പറ്റുന്ന മഴക്കാർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മഴക്കാറായാൽ മതിയായിരുന്നു എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും ആ ശരീരം ഈ മഴക്കാറായിക്കോളൂ എന്ന്. അങ്ങനെ സൂര്യനിൽ നിന്നും മാറി മഴക്കാറായി നല്ല സന്തോഷത്തോടു കൂടെ അങ്ങനെ ലോകം ചുറ്റി നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം കാറ്റും കോളും വന്നു. കാറ്റ് വന്ന സമയത്ത് മഴക്കാറിനെ വിചാരിച്ച സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറക്കണം. അപ്പോൾ നമ്മുടെ മേഘത്തിന് മനസ്സിലാവാണ് എന്ത്, നമ്മുടെ അവറാൻ മേഘത്തിന് മനസ്സിലാവാണ് ഇത് എന്നെക്കാളും ശക്തനായിട്ട് കാറ്റാണ് ഈ ഭൂമിയെ ഭരിക്കുന്നത് എന്ന് മനസ്സിലാവണം. അവറാൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സങ്കടം വരികയാണ്. അയ്യോ, ഞാനൊരു മേഘമായിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എന്നെക്കാൾ ശക്തൻ ഈ കാറ്റാണല്ലോ എന്നുള്ള തോന്നൽ അവറാൻ്റെ ഉള്ളിൽ വരികയാണ്. കാറ്റ് മേഘത്തിൻ്റെ ഗതി പോലും മാറ്റിക്കൊണ്ടിരിക്കുക, കിടന്ന് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവറാൻ്റെ ഉള്ളിലെ വിഷമം കൊണ്ട് അവറാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു കാറ്റാകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. തൊട്ടടുത്ത നിമിഷം വീണ്ടും ആ ശരീരം കേൾക്കുന്നു, അവറാൻ നീ കാറ്റായിരിക്കുന്നു എന്ന്. അങ്ങനെ കാറ്റായിട്ട് അങ്ങനെ ലോകത്തിലൂടെ ചുറ്റും വിലസി നടക്കുന്ന സമയത്താണ് ചില പർവ്വതങ്ങളുടെ ഇടയിൽപ്പെട്ടത്. പർവ്വതങ്ങളുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ കാറ്റെന്ത്, പർവ്വതത്തിന് എന്ത് വന്നാലും കുലുങ്ങില്ല. പർവ്വതം അവിടെ നിൽക്കുന്ന പോലെ തന്നെ നിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പർവ്വതം അവിടെ നിന്ന് അനങ്ങാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാറ്റ് അവറാന് തോന്നാണ്, അയ്യോ, കാറ്റൊക്കെ എന്ത്, പർവ്വതത്തിനാണ് ശക്തി. കാരണം ആര് വന്നു കഴിഞ്ഞാൽ ഉറച്ച് ശക്തമായിട്ട് അവിടെ നിൽക്കുന്ന പർവ്വതം തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം. അയ്യോ, എനിക്ക് പർവ്വതമാകാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കണം. അശരീരി വീണ്ടും കേൾക്കണം, അവറാൻ ആയിക്കോട്ടെ, നീ പർവ്വതമായിക്കോളൂ എന്ന് പറയുന്നു. പർവ്വതമായി ഇങ്ങനെ വിലസി ഇങ്ങനെ തണ്ടും തടിയും ഉയർത്തി തലയുയർത്തി നിൽക്കുന്ന സമയത്താണ് അവറാൻ്റെ പണ്ടത്തെ ഉള്ളി, കല്ലുവെട്ടുകാരനാണല്ലോ അവറാൻ്റെ ഉള്ളി പതിയെ വന്നിട്ട് തൻ്റെ മേലിലൂടെ, അതായത് പർവ്വതത്തിൻ്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ചെത്തിക്കളഞ്ഞു. അപ്പോൾ വേദന സഹിക്കാൻ പറ്റാതെ അവറാൻ ഒന്ന് മുരളി. ആ സമയത്താണ് അവറാന് തിരിച്ചറിവ് വരുന്നത്, ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒരു ശില്പിക്കാണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്ലുവെട്ടുകാരനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉളിയേക്കാൾ മൂർച്ചയുള്ള, അതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ള, അതിനേക്കാൾ സന്തോഷമുള്ള വേറൊരു ആയുധമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയണം. അപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ കല്ലുവെട്ടുകാരനായാൽ മതി എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച സമയത്ത് അശരീരി പറയുന്നു, നീ വീണ്ടും അവറാൻ എന്ന കല്ലുവെട്ടുകാരനായിരിക്കുന്നു എന്ന്. അങ്ങനെ അവറാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് കഥ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യൻ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം ഓരോ മനുഷ്യൻ്റെയും അകത്തുണ്ട്. നമ്മുടെ സന്തോഷം ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കാം, വലിയ കാര്യങ്ങളിലായിരിക്കാം. ആ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതല്ലാതെ മറ്റൊരാളെ നമ്മളെ സന്തോഷത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കരുത്. പലപ്പോഴും പറയാറുണ്ട്, അയ്യോ, എൻ്റെ മൂടിന്ന് മൊത്തം പോയി, എൻ്റെ ഭാര്യയോട് ഞാനിന്ന് വഴക്കിട്ടു, ഭാര്യയുടെ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ സന്തോഷം പോയി, എൻ്റെ അമ്മ തീരെ ആള് ശരിയല്ല, അമ്മ എന്ന് എൻ്റെ മൂഡ് മൊത്തം കളഞ്ഞു, എൻ്റെ മക്കൾ ഒന്നും പറയണ്ട, എൻ്റെ സുഹൃത്തുക്കൾ അവരെന്നെ ദിവസം കൊണ്ടുപോയി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സന്തോഷത്തിൻ്റെ ചാവി മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. നമ്മുടെ സന്തോഷത്തിൻ്റെ ചാവി നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുമ്പോഴാണ് ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അതല്ലാതെ നീ എന്നെ സന്തോഷിപ്പിച്ചാലേ ഞാൻ സന്തോഷിക്കുള്ളൂ, എൻ്റെ ഭാര്യ എന്നെ സന്തോഷിപ്പിച്ചാലേ ഞാൻ സന്തോഷിക്കൂ, ഭർത്താവ് എനിക്ക് നല്ലത് ചെയ്താലേ ഞാൻ സന്തോഷിക്കൂ എന്നൊന്നും ഒരിക്കലും കരുതരുത്. നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം മറ്റുള്ള ആളുകളിൽ കാണുന്ന സമയത്താണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് നിരാശ വരുന്നതും നമ്മൾ സന്തോഷത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ എത്തുന്നതും. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരുടെ ഉള്ളിലാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. സന്തോഷത്തിൻ്റെ ചാവി നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക, അതൊരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അങ്ങനെ നമ്മുടെ സന്തോഷത്തെ മറ്റൊരാളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി റിയലി ഹാപ്പി ടു സീ യുവർ കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ.